ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സിമ്പിൾ ബീഫ് റോസ്റ്റ്. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നൊക്കെ ബീഫൊക്കെ ഒന്ന് വേവിച്ച് കൊടുത്തു വിടുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ബീഫ് റോസ്റ്റാക്കി മാറ്റാം. ഇത് പത്തിരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 750 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്തതാണ്. ഇത് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ബീഫാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കലെന്ന്. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 3 മീഡിയം സൈസ് ഉള്ളിയാണ്. അപ്പം അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമുക്കിത് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, പിന്നെ പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ഇടാം. ഇത് എല്ലാം ഒന്നിച്ചിട്ട് നമുക്ക് ഒന്ന് ഇതിനെ വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ബീഫ് കുക്കായതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് 2 മീഡിയം സൈസ് തക്കാളിയാണ്, അതും ചെറുതായിട്ട് മുറിച്ചത്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി നല്ലോണം വെന്തുടയണം. ഇതിപ്പോൾ അടച്ചു വെച്ച് ഒന്ന് വേവിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും. നമ്മൾ തക്കാളി റെഡി ആയിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതും അതിൻ്റെ ആ പച്ച ഒരു കുത്തൽ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. തീ കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാൻ, ഇല്ലെങ്കിൽ മുളക് പൊടി വേഗം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതും റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ഇത്തിരി അധികം ഇടാം. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കാരണം ബീഫിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മുളക് പൊടിയും, ബീഫ് നമ്മൾ മുളക് പൊടി ഇട്ട് വേവിച്ചതാണ്. ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് അതിനെ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഇതിനെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പികളുമായിട്ട് വരാം. താങ്ക് യു.